യുഎസിൽ നിന്നും LPG-യും വഹിച്ചുകൊണ്ടുള്ള പടുകൂറ്റൻ ചരക്ക് കപ്പൽ മംഗലാപുരം തീരത്തേക്കടുത്തു. അമേരിക്കയിലെ ടെക്സാസിൽ നിന്നാണ് ഇവ പുറപ്പെട്ടത്. ഇതോടുകൂടി തന്നെ വിജയകരമായി ഈ കപ്പൽ കൂടി ഇന്ത്യൻ തീരത്തേക്ക് എത്തുകയാണ്. 47,236 ടൺ LPG-യും വഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ പൈക്സിസ് പയനിയർ എന്ന ചരക്ക് കപ്പൽ ഇന്ന് രാവിലെ കർണാടകയിലെ ന്യൂ മംഗലാപുരം തുറമുഖത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. സംഭരണ സൗകര്യത്തിലേക്ക് മാറ്റിയ ശേഷം ഈ ഒരു LPG രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യും. ഇതോടുകൂടി ആകെ വിഹിതം 50% തന്നെ ഉയരുകയാണ്. അമേരിക്കൻ കപ്പലിന് മുൻപായി തന്നെ റഷ്യൻ എണ്ണയുമായി അക്വ ടൈറ്റൻ എന്ന കപ്പലും മംഗലാപുരത്ത് എത്തിയിരിക്കുകയാണ്. കപ്പലിൻ്റെ ആ ഒരു വലിപ്പം കൂടുതൽ കാരണം ഇത് തുറമുഖത്ത് അടുപ്പിക്കാനായില്ല എന്നും തുറമുഖത്തു നിന്നും 18 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുന്നത്. സിംഗിൾ പോയിന്റ് അതുപോലെ തന്നെ മൂറിംഗ് സംവിധാനം വഴി പൈപ്പ് ലൈനിലൂടെ എണ്ണ മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോൾ കെമിക്കൽ ലിമിറ്റഡിലേക്ക് എത്തിക്കുമെന്നും ഇവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷത്തിനിടയിൽ ആഗോള ഇന്ധനവില നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി റഷ്യൻ എണ്ണ വിൽക്കാൻ അമേരിക്ക താൽക്കാലികമായി അനുമതി നൽകിയിരിക്കുകയാണ്. ഇതിനു പിന്നാലെയാണ് റഷ്യൻ എണ്ണ എത്തിയതെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. 30 ദിവസത്തെ ഇളവിന് പകരമാണ് പുതിയ അനുമതി ഉണ്ടായിരിക്കുന്നത്. എങ്കിലും ഉത്തര കൊറിയ, ക്യൂബ എന്നീ രാജ്യങ്ങളുമായുള്ള ഇടപെടലുകൾക്ക് ഇപ്പോഴും വിലക്കുണ്ട്. തടസ്സമില്ലാത്ത ഇന്ധന വിതരണം ഉറപ്പാക്കുന്നതിനും പരമ്പരാഗത വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമങ്ങളുടെ ഫലമാണിപ്പോൾ യുഎസിൽ നിന്നും ഇന്ധനം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കാര്യക്ഷമതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി തന്നെ തുറമുഖത്ത് കൂടുതൽ ജേർണലിസ്റ്റിക്കൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് എന്നതാണ് ന്യൂ മംഗലാപുരം തുറമുഖ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ റഷ്യൻ അസംസ്കൃത എണ്ണയുമായി മറ്റൊരു കപ്പലും മംഗലാപുരത്ത് എത്തിച്ചേർന്നതായും ഇവർ വിലയിരുത്തുന്നുണ്ട്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അതീവ രൂക്ഷമായി തുടരുന്നതിനിടയിലാണിപ്പോൾ വീണ്ടും ഇന്ത്യൻ തീരത്തേക്ക് 3 കപ്പലുകൾ എത്തുന്നത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ, അതായത് ഈ ഒരു രീതിയിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നതായും ഇതിനായി 2 ഉദ്യോഗസ്ഥരെ അടക്കം രഹസ്യ ചർച്ചകൾക്കായി ചുമതലപ്പെടുത്തുകയും ചെയ്തതായി ചില വൃത്തങ്ങൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നു. യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം കൈവരിക്കാനാണ് ഇപ്പോൾ ട്രംപ് പ്രസ്താവനകൾ നടത്തുന്നത്. എണ്ണവില വർധനവ് ഉൾപ്പെടെയുള്ള ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് ഈ ഒരു യുദ്ധം കാരണമായേക്കുമെന്ന ഭയമാണ് ഇവിടെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം ഉടനെങ്ങും തന്നെ അവസാനിപ്പിക്കില്ല എന്ന സൂചനകൾ പോലും ഇരുപക്ഷത്തു നിന്നും ഉണ്ടാവുകയാണ്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്റെ നിലപാട് വ്യക്തമാക്കി കഴിയുകയും ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം ഘടിപ്പിക്കാനും സാധ്യതകൾ ഏറെയാണ്. മിസൈൽ ആക്രമണം സൃഷ്ടിച്ച ആ ഒരു മാനസിക ആഘാതത്തിൽ നിന്ന് കരകയറുവാനും തിരിച്ചടിക്കുവാനുമാണ് ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്നാൽ സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ ഒരു പൂർണ്ണതയിലേക്കുള്ള അല്ലെങ്കിൽ ഇതൊരു വലിയ വഴിത്തിരിവാകാനുള്ള സാധ്യതകളും എടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.